നമ്മുടെ ആൾട്ടോ 2011 വണ്ടിയിൽ നമുക്കൊരു ക്യാബിൻ ഫിൽറ്റർ ആഡ് ചെയ്താലോ? വാ കാണാം. വളരെ സിമ്പിളായിട്ടുള്ളൊരു പരിപാടിയാണ്. നമ്മുടെ ഡാഷ്ബോർഡിൻ്റെ 2 ക്ലിപ്പുണ്ട്, അത് നൈസായിട്ട് ഇങ്ങോട്ട് ഇളക്കണം. ഈ ഒരു സൈഡും ഇപ്പുറത്തെ ഒരു സൈഡൂടെ നൈസായിട്ട് ഇങ്ങനെ വലിച്ചിളക്കണം താപ്പോട്ട്. അപ്പോൾ ഉള്ളിലായിട്ടൊരു ചെറിയ ഒരു CD ട്രേ പോലുള്ള ഒരു ഇത് കാണും നമുക്ക്. അതിനകത്ത് 2 ക്ലിപ്പുണ്ട്. ആ ക്ലിപ്പ് ഇങ്ങോട്ട് നൈസായിട്ട് വലിക്കണം. ഇങ്ങനെ നൈസായിട്ട് വലിച്ചെടുത്തതിന് ശേഷം അതിൻ്റെ ഉള്ളിലായിട്ട് ഒരു വെള്ള കളറിലിരിക്കുന്നത് അതാണ് ക്യാബിൻ ഫിൽറ്റർ. അത് നൈസായിട്ട് ഊരിയെടുക്കണം. കണ്ടോ, അത് ഇളകി വരുന്നുണ്ടോ? ഇപ്പോൾ അത് നമുക്ക് നോക്കുമ്പോൾ അറിയാൻ പറ്റും. ഇതാണ് നമ്മുടെ പുതിയ ക്യാബിൻ ഫിൽറ്റർ. ബോഷിൻ്റെ ക്യാബിൻ ഫിൽറ്ററായിരുന്നു ഞാൻ മേടിച്ചത്. 230 രൂപയായി. പക്ഷേ MRP കൊടുത്തിരിക്കുന്നത് 255 ഇത് ഞാൻ ആമസോണിൽ നിന്നാണ് പർച്ചേസ് ചെയ്തത്. ഈ പുതിയ ഫിൽറ്റർ എടുത്തിട്ട് നമ്മൾ കറക്റ്റായിട്ട് ആ ബോഷിൻ്റെ ഒരു സിമ്പൽ കാണും ഫ്രണ്ടിൽ, അത് ഫ്രണ്ടിൽ വരുന്ന രീതിയിൽ നമ്മൾ വെക്കണം. പിന്നെ അന്ന് എയർ ഫ്ലോയുടെ ഒരു ചെറിയൊരു സിമ്പൽ സൈഡിൽ കാണും, അത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. നൈസായിട്ട് ഇതങ്ങ് എടുത്ത് വെച്ച് കൊടുത്താൽ മതി. വേറെ പ്രത്യേകിച്ച് വലിയ പരിപാടിയൊന്നുമില്ല. നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് പോലെ തന്നെ അങ്ങ് ചെയ്താൽ മതി. പിന്നെ അതിൻ്റെ ഫ്രണ്ടിലത്തെ ഒരു ക്യാപ്പ് ഉണ്ടല്ലോ, ഈ ക്യാപ്പ് എടുത്തിട്ട് നമ്മൾ കറക്റ്റായിട്ട് വെച്ച്, ഒരു ക്ലിപ്പാണ്, ആ ക്ലിപ്പ് അങ്ങ് ഇരുന്നോളൂ, അതങ്ങോട്ട് വെച്ചിട്ട് അങ്ങ് അമക്കിയാൽ മതി. ആ ക്യാപ്പിനകത്തൊരു 4 നീഡിൽ വരും ഈ എയർ ഫിൽറ്റർ കറക്റ്റായിട്ടിരിക്കാൻ വേണ്ടി. അത് കറക്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ അങ്ങോട്ട് വെച്ച് അമക്കി കൊടുത്താൽ മതി, അങ്ങ് ഇരുന്നോളൂ. ഇത്രയേ ഉള്ളൂ ക്യാബിൻ ഫിൽറ്റർ മാറ്റുന്നത്. പഴയ ഫിൽറ്ററിൻ്റെ അവസ്ഥ ഉണ്ടോ, മൊത്തം പൊടി അഴുക്കുമായി. ഈ ഫിൽറ്റർ മാറ്റി കൊടുക്കണം. കൊടുത്തില്ലെങ്കിൽ നമുക്ക് കറക്റ്റായിട്ടുള്ള തണുപ്പോ കാര്യങ്ങളോ ഒന്നും വരത്തില്ല. പിന്നെ ആണെങ്കിൽ മോശമായിട്ടുള്ള എയറുമായിരിക്കും നമ്മുടെ മുഖത്തോട്ട് വന്ന് അടിക്കുന്നത്. ബ്ലോവറിനകത്തൂടെ നല്ല എയർ കടന്ന്, നല്ല എയർ വെൻറ്റിലേഷൻ വഴി നമ്മുടെ മുഖത്തോട്ട് ഇങ്ങനെ വന്ന് അടിക്കുമല്ലോ. അപ്പോൾ അതിനകത്ത് നമ്മുടെ ഇപ്പോൾ ഈ ഫിൽറ്റർ ക്ലീൻ അല്ലെന്നുണ്ടെങ്കിൽ, ഫിൽറ്ററിനെ അഴുക്കാണെങ്കിൽ ഒന്നാമത് അതിൻ്റെ ആ ഒരു പവർ കുറവായിരിക്കും എയർ ഇങ്ങനെ വരുന്നതിൻ്റെ.